ഹലോ ഗായ്സ്, കോസ്മെറ്റിക്സിന്റെ കാര്യത്തിൽ, അതായത് നമ്മൾ ഈ മേക്കപ്പ്, ലിപ്സ്റ്റിക്ക്, ഫൗണ്ടേഷൻ, കൺസീലർ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, നമ്മുടെ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യുന്ന ടൈപ്പുള്ള പ്രോഡക്ട്സ് ഞാൻ കൂടുതലും ഈ പറഞ്ഞ പോലെ ഹുദ ബ്യൂട്ടി അല്ലെങ്കിൽ മാക്ക് പോലെയുള്ള പോപ്പുലർ ബ്രാൻഡ്സ് ആണ് കൂടുതൽ ഓപ്റ്റ് ചെയ്യാറുള്ളത്. എന്നാൽ നേരെ മറിച്ച് സ്കിൻ കെയറിന്റെ കാര്യത്തിൽ വേറെ ഒരു ബ്രാൻഡ്സിലും ഞാൻ നോക്കില്ല. ഓൺലി കൊറിയൻ ബ്രാൻഡ്സ് ആണ് എപ്പോഴും സ്കിൻ കെയറിന് ഏറ്റവും നല്ലത്. അത് കാശിന്റെ കാര്യത്തിലാണെങ്കിലും ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും. ആക്ച്വലി ഈ കൊറിയൻ സ്കിൻ കെയറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കൊറിയൻ പ്രോഡക്ട്സിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറുള്ള നാച്ചുറൽ ഹെർബൽ തിങ്സ് തന്നെയാണ്, എക്സ്ട്രാക്ട്സ് ആണ് ബേസിക്കലി. കെമിക്കൽസ് വളരെ മിനിമലിസ്റ്റിക് ആയിരിക്കും, എന്നാൽ ഉള്ള കെമിക്കൽസ് ഇഫക്റ്റീവ് ആയിട്ടുള്ളതും എന്നാൽ സ്കിന്നിന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിലുള്ള കെമിക്കൽസും ആയിരിക്കും. അപ്പം ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാറുള്ളതും എനിക്ക് യൂസ് ചെയ്യാറുള്ളതും ഒക്കെ കൊറിയൻ പ്രോഡക്ട്സ് ആയിരിക്കും. കൊറിയൻ ബ്രാൻഡ്സിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ദ ഫേസ് ഷോപ്പ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഇപ്പൊ നൈക്കയുടെ സെയിൽസ് നടക്കുന്നുണ്ട്. ഇതാണ് എന്റെ ഫേവറേറ്റ് ഫേസ് വാഷ്. ഞാൻ ഇതാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ ഇവരുടെ തന്നെ ഒരു ടോണർ, സ്കിൻ കെയറിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് എന്നുള്ളത്. അതിൽ ക്ലെൻസറായിട്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യാറുള്ളത്. ടോണറായിട്ട് ഇതാണ്. റൈസിന്റെ എക്സ്ട്രാക്ട് വെച്ചിട്ടുള്ള പ്രോഡക്ട്സിന്റെ ഒരു ശേഖരം അവർക്കുണ്ട്. അതാണ് ഈ റൈസ് വാട്ടർ ബ്രൈറ്റ് എന്ന് പറഞ്ഞ ഫേസ് വാഷ്, അതുപോലെ റൈസ് സെറാമൈഡ് ടോണർ. പിന്നെ ഈ സീറം യൂസ് ചെയ്യുന്നുണ്ട്. ഇത് പോംഗ്രനേറ്റിന്റെ ആണ്, കൊളാജൻ സീറം ഇവരുടെ തന്നെ. പക്ഷെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് കൊറിയൻ ബ്രാൻഡ് തന്നെയാണ്, പക്ഷെ അത് ഫേസ് ഷോപ്പ് അല്ല, അത് ബ്യൂട്ടി ഓഫ് ജോസൺ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. അപ്പം ഇതാണ് എൻ്റെ സ്കിൻ കെയർ പ്രോഡക്ട്സ്. എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്കിൻ കെയറിനെ പറ്റി വീഡിയോ ചെയ്തുകൂടെ, യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിനെ പറ്റി ചെയ്തുകൂടെ എന്ന്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളും ഒക്കെ ഞാൻ പിന്നീട് ചെയ്യാം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേ ഉള്ളൂ. ഇപ്പൊ പിന്നെ നൈക്കയുടെ സെയിൽസ് നടക്കുന്നുണ്ട്, ഈ ഒരാഴ്ച ഉണ്ടാവും തോന്നുന്നു, ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ മറ്റെന്തെങ്കിലും വിഷയമായിട്ട് വീണ്ടും വരാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, സീ യു.